ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ട് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് കോറിലേഷൻ എർഗോഡിക് പ്രോസസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എർഗോഡിക് പ്രോസസ്. സോ ആദ്യം നമുക്ക് കോറിലേഷൻ എർഗോഡിക് പ്രോസസ് എന്താ എന്ന് നോക്കാം. A random process x of t is correlation ergodic process if y of t is equal to x of t plus tau into x of t and y of t is mean ergodic. That means ഒരു റാൻഡം പ്രോസസ്സ് കോറിലേഷൻ എർഗോഡിക് ആണെന്ന് പറയണമെങ്കിൽ നമുക്കൊരു y of t ഡിഫൈൻ ചെയ്യാൻ പറ്റണം. എങ്ങനെയാണ്? x of t plus tau into x of t. കൂടാതെ y of t മീൻ എർഗോഡിക് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മുടെ റാൻഡം പ്രോസസ് x of t കോറിലേഷൻ എർഗോഡിക് പ്രോസസ് ആണെന്ന് പറയാം. എപ്പോഴാണ് y ഓഫ് ടി മീൻ എർഗോഡിക് ആണെന്ന് പറയാൻ പറ്റുക? നമുക്കറിയാം x ഓഫ് ടി എന്ന് പറയുന്നത് ഒരു റാൻഡം പ്രോസസ് ആണെങ്കിൽ അതിന്റെ ടൈം ആവറേജ് ആണ് എക്സ് ടി ബാർ. ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ടി ബാർ ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്സ് ഓഫ് ടി എന്ന് പറയുന്ന റാൻഡം പ്രോസസ്സ് മീൻ എർഗോഡിക് ആണെന്ന് പറയാം അല്ലെ. ഇവിടെ നമുക്ക് y ഓഫ് ടി ആണ് മീൻ എർഗോഡിക് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. സോ y ഓഫ് ടി നമുക്ക് തന്നിട്ടുണ്ട്. y ഓഫ് ടി is equal to x ഓഫ് ടി പ്ലസ് ടോ ഇൻറ്റു എക്സ് ഓഫ് ടി ആണെന്ന് തന്നിട്ടുണ്ട്. y ഓഫ് ടി എങ്ങനെയാണ് മീൻ എർഗോഡിക് ആവാം? y ഓഫ് ടിയുടെ ടൈം ആവറേജ് ആയിരിക്കും y ടി ബാർ. ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി y ടി ബാർ ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് y ഓഫ് ടി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? y ഓഫ് ടി മീൻ എർഗോഡിക് ആണെന്ന് പറയാം ബൈ ഡെഫിനിഷൻ അല്ലെ. എക്സ്പെക്ടേഷൻ y ഓഫ് ടി എന്താ പറയാ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് y ഓഫ് ടി ഡിഫൈൻ ചെയ്തിട്ടുള്ള എക്സ് ഓഫ് ടി പ്ലസ് ടോ ഇൻറ്റു എക്സ് ഓഫ് ടി എന്നാണ് അല്ലെ. ഇയാളെ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി പ്ലസ് ടോ ഇൻറ്റു എക്സ് ഓഫ് ടോ എന്ന് പറഞ്ഞാൽ ആരാണ്? ആർ എക്സ് എക്സ് ഓഫ് ടോ അല്ലേ. ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ നമ്മളോട് ഒരു റാൻഡം പ്രോസസ്സ് എക്സ് ഓഫ് ടി തന്നതിന് ശേഷം ആ റാൻഡം പ്രോസസ്സ് കോറിലേഷൻ എർഗോഡിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി y ടി ബാർ ഇസ് ഈക്വൽ ടു ആർ എക്സ് എക്സ് ഓഫ് ടോ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മുടെ റാൻഡം പ്രോസസ്സ് കോറിലേഷൻ എർഗോഡിക് ആണെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഡിസ്ട്രിബ്യൂഷൻ എർഗോഡിക് പ്രോസസ്. A random process x of t is distribution ergodic process if y of t is equal to 1, x of t less than or equal to x, 0, x of t greater than x, and y of t is mean ergodic. അതായത് ഒരു റാൻഡം പ്രോസസ്സ് ഡിസ്ട്രിബ്യൂഷൻ എർഗോഡിക് ആണെന്ന് പറയണമെങ്കിൽ നമുക്കൊരു y ഓഫ് ടി ഡിഫൈൻ ചെയ്യാൻ പറ്റണം. 1 if x of t less than or equal to x and 0 x of t greater than x. ഈ y ഓഫ് ടി മീൻ എർഗോഡിക് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ എർഗോഡിക് പ്രോസസ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഈ രണ്ട് ടോപ്പിക്കും റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് കോറിലേഷൻ എർഗോഡിക് പ്രോസസ് റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. If the WSS process x of t is given by x of t is equal to 10 cos 100 t plus theta, where theta is uniformly distributed over open interval minus pi comma pi, prove that x of t is correlation ergodic. ഞാൻ പറഞ്ഞിരുന്നു ഒരു റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടി കോറിലേഷൻ എർഗോഡിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി y ടി ബാർ ഇസ് ഈക്വൽ ടു ആർ എക്സ് എക്സ് ഓഫ് ടോ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ y ഓഫ് ടി എന്താണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? എക്സ് ഓഫ് ടി പ്ലസ് ടോ ഇൻറ്റു എക്സ് ഓഫ് ടി. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ കോറിലേഷൻ എർഗോഡിക് പ്രോസസ് ചെക്ക് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ എഴുതി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് എഴുതാം. റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടി ഡിഫൈൻ ചെയ്തിട്ടുള്ള എങ്ങനെയാണ്? 10 കോസ് 100 ടി പ്ലസ് തീറ്റ അല്ലെ. തീറ്റ എന്ത് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട്? യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓവർ ദ ഇന്റർവൽ മൈനസ് പൈ കോമ പൈ ആണ്. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് എക്സ് ഓഫ് ടി കോറിലേഷൻ എർഗോഡിക് പ്രോസസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ അതിനെന്താ ചെയ്യേണ്ടത്? ലിമിറ്റ് ടി ടെൻസ് ഇൻഫിനിറ്റി y ടി ബാർ ഇസ് ഈക്വൽ ടു ആർ എക്സ് എക്സ് ഓഫ് ടോ എന്ന് പ്രൂവ് ചെയ്യണം. സോ നമുക്ക് എൽ എച്ച് എസും ആർ എച്ച് എസും കണ്ടെത്തിയിട്ട് അത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ആർ എക്സ് എക്സ് ഓഫ് ടോ കാണാം. അതായത് ആർ എച്ച് എസ് എന്താണ്? ആർ എക്സ് എക്സ് ഓഫ് ടോ ആണ്. ആർ എക്സ് എക്സ് ഓഫ് ടോ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി പ്ലസ് ടോ ഇൻറ്റു എക്സ് ഓഫ് ടി. ക്വസ്റ്റ്യനിൽ എക്സ് ഓഫ് ടി എന്താണ് തന്നിട്ടുള്ളത്? 10 കോസ് 100 ടി പ്ലസ് തീറ്റ അല്ലെ.
അങ്ങനെയാണെങ്കിൽ എക്സ് ഓഫ് ടി പ്ലസ് ടോ എന്ത് വരും? ടിയുടെ പൊസിഷനിൽ ടി പ്ലസ് ടോ ആയി. സോ 10 കോസ് 100 ടി പ്ലസ് ടോ പ്ലസ് തീറ്റ എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 10 കോസ് 100 ടി 100 into ടോ 100 ടോ പ്ലസ് തീറ്റ ഇങ്ങനെ വരും അല്ലെ. അപ്പൊ നമുക്ക് എക്സ് ഓഫ് ടിയുടെയും എക്സ് ഓഫ് ടി പ്ലസ് ടോയുടെയും പൊസിഷനിൽ ഇത് റീപ്ലേസ് ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി പ്ലസ് ടു എന്ന് പറയുന്നത് 10 കോസ് 100 ടി പ്ലസ് 100 ടോ പ്ലസ് തീറ്റ. എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് 10 കോസ് 100 ടി പ്ലസ് തീറ്റ. ഇനി ഇവിടെ 10 into 10 100 ആയിരിക്കും. 100 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എക്സ്പെക്ടേഷന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. 100 എക്സ്പെക്ടേഷൻ ഓഫ് കോസ് 100 ടി പ്ലസ് 100 ടോ പ്ലസ് തീറ്റ കോസ് 100 ടി പ്ലസ് തീറ്റ ഇങ്ങനെ വരും അല്ലെ. നമ്മൾ ഇതുപോലെയുള്ള പ്രോബ്ലംസ് ഒരുപാട് ചെയ്തതാണ്. ഇത് കോസ് എ കോസ് ബി എന്നുള്ള ഫോമുലല്ലേ ഉള്ളത്. നമുക്കറിയാം കോസ് എ കോസ് ബി ഈസ് ഈക്വൽ ടു 1/2 കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ റിസൾട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? വിച്ച് ഇസ് ഈക്വൽ ടു 100 എക്സ്പെക്ടേഷൻ ഓഫ് 1/2 കോസ് എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ 100 ടി പ്ലസ് 100 ടോ പ്ലസ് തീറ്റ പ്ലസ് 100 ടി പ്ലസ് തീറ്റ എന്ന് വരും. ദാറ്റ് മീൻസ് 200 ടി പ്ലസ് 100 ടോ പ്ലസ് 2 തീറ്റ എന്ന് വരും. പ്ലസ് അടുത്തതോ കോസ് എ മൈനസ് ബി എന്ന് പറയുമ്പോൾ 100 ടി പ്ലസ് 100 ടോ പ്ലസ് തീറ്റ മൈനസ് 100 ടി പ്ലസ് തീറ്റ എന്ത് വരും? 100 ടിയും 100 ടിയും ക്യാൻസൽ ആവും, തീറ്റയും തീറ്റയും ക്യാൻസൽ ആവും. ബാക്കി ആരേ ഉണ്ടാവുള്ളൂ? 100 ടോ എന്നേ ഉണ്ടാവുള്ളൂ. ഓക്കെ. ഇനി ഇവിടെ ഈ 1/2 കോൺസ്റ്റന്റ് അല്ലേ, എക്സ്പെക്ടേഷന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ഔട്ട് സൈഡ് എടുക്കാം. സോ 100/2 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 50. എക്സ്പെക്ടേഷൻ ഓഫ് കോസ് 200 ടി പ്ലസ് 100 ടോ പ്ലസ് 2 തീറ്റ പ്ലസ് കോസ് 100 ടോ എന്ന് വരും. വീണ്ടും നമുക്ക് എക്സ്പെക്ടേഷന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്താൽ എങ്ങനെ വരും? എക്സ്പെക്ടേഷൻ ഓഫ് 50 എക്സ്പെക്ടേഷൻ ഓഫ് കോസ് 200 ടി പ്ലസ് 100 ടോ പ്ലസ് 2 തീറ്റ പ്ലസ് 50 എക്സ്പെക്ടേഷൻ ഓഫ് കോസ് 100 ടോ എന്ന് വരും അല്ലെ. നമുക്കറിയാം ഇവിടെ തീറ്റ മാത്രമാണ് എന്ത്? യൂണിഫോം റാൻഡം വേരിയബിൾ. സോ കോസ് 100 ടോ എന്ന് പറയുന്നത് എന്തായി മാറും? കോൺസ്റ്റന്റ് ആയി മാറും. ഓക്കെ. എക്സ്പെക്ടേഷൻ ഓഫ് കോൺസ്റ്റന്റ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് കോസ് 200 ടി പ്ലസ് 100 ടോ പ്ലസ് 2 തീറ്റ ഈ ഒരു രീതിയിൽ വന്നാൽ കോസ് സംതിങ് പ്ലസ് 2 തീറ്റ എന്നുള്ള രീതിയിൽ വന്ന ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത് ഒരുപാട് പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ഫോർമാറ്റിൽ വന്നാൽ ആൻസർ 0 ആയി പോകും. സോ നമുക്ക് ഇത് എന്ത് കിട്ടും? വിച്ച് ഇസ് ഈക്വൽ ടു 50 എക്സ്പെക്ടേഷൻ ഓഫ് കോസ് 100 ടോ എന്ന് വരും അല്ലെ. എക്സ്പെക്ടേഷൻ ഓഫ് കോൺസ്റ്റന്റ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ 50 കോസ് 100 ടോ. അപ്പൊ നമുക്ക് ആരെ കിട്ടി? നമുക്ക് RXX ഓഫ് ടോ കിട്ടി. ഇനി RHS നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? LHS ചെയ്യണം. LHS എന്താ പറയുന്നത്? ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി YT ബാർ ആണ് കണ്ടെത്താനുള്ളത് അല്ലെ. സോ അതിന് മുൻപായിട്ട് നമുക്ക് YT ബാർ ഒക്കെ ഒന്ന് കണ്ടെത്തി വെക്കാം, എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. നമ്മൾ Y ഓഫ് ടി ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എക്സ് ഓഫ് ടി പ്ലസ് ടോ ഇൻറ്റു എക്സ് ഓഫ് ടി എന്നാണ് അല്ലെ. അപ്പോ എക്സ് ഓഫ് ടി പ്ലസ് ടോ എന്താണ്? നമ്മൾ തൊട്ട് മുൻപ് കണ്ടെത്തി വെച്ചിട്ടുണ്ട്. 10 cos 100 t plus 100 ടോ പ്ലസ് തീറ്റ. എക്സ് ഓഫ് ടി എന്താണ്? 10 cos 100 t പ്ലസ് തീറ്റ. ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്താ വരിക? വിച്ച് ഇസ് ഈക്വൽ ടു 10 into 10 100 100 cos 100 t plus 100 ടോ പ്ലസ് തീറ്റ cos 100 t plus തീറ്റ ഇങ്ങനെയല്ലേ വരിക. ഇത് നോക്കൂ, കോസ് എ കോസ് ബി എന്നുള്ള ഫോമുലയാണ്. നമ്മൾ നേരത്തെ ആ റിസൾട്ട് പഠിച്ചു. കോസ് എ കോസ് ബി വന്നാൽ നമുക്ക് അതിനെ മാറ്റി എഴുതാൻ അറിയാം. തൊട്ട് മുൻപിൽ യൂസ് ചെയ്ത റിസൾട്ട് 100 1/2 കോസ് എ പ്ലസ് ബി. എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ 100 ടി പ്ലസ് 100 ടോ പ്ലസ് തീറ്റ പ്ലസ് 100 ടി പ്ലസ് തീറ്റ എന്ത് വരും? 200 ടി പ്ലസ് 100 ടോ പ്ലസ് 2 തീറ്റ പ്ലസ് കോസ് എ മൈനസ് ബി എന്ന് പറയുമ്പോൾ 100 ടി പ്ലസ് 100 ടോ പ്ലസ് തീറ്റ മൈനസ് 100 ടി പ്ലസ് തീറ്റ. അപ്പൊ എന്ത് വരും? 100 ടിയും 100 ടിയും ക്യാൻസൽ, തീറ്റയും തീറ്റയും ക്യാൻസൽ, 100 ടോ മാത്രമാണ് ബാക്കി ഉണ്ടാവുക അല്ലെ. സോ 100/2 എന്തായിരിക്കും? 50 കോസ് 200 ടി പ്ലസ് 100 ടോ പ്ലസ് 2 തീറ്റ പ്ലസ് കോസ്
100 ടോ ഇങ്ങനെ കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വൈ ടി ബാർ കണ്ടെത്താം. വൈ ടി ബാർ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? വൈ ടി ബാർ ടൈം ആവറേജ് ഓഫ് വൈ ടി എന്ന് പറയുന്നത് 1/2t ഇന്റഗ്രൽ -t to t x സോറി y of t dt ഇങ്ങനെയല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, y of tയുടെ പൊസിഷനിൽ ഇനി ആരെ കൊടുക്കാം? 1/2t ഇന്റഗ്രൽ -t to t. y of t നമ്മൾ കണ്ടെത്തി വെച്ചു. എന്താണ്? 50 cos 200 t plus 100 tau plus 2 theta plus cos 100 tau. ഇത് ടോയാണ്, ടോ dt എന്ന് വരും. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? ഈ 15 ഔട്ട് സൈഡ് എടുത്താൽ 50/2 അല്ലെ. 50/2 എന്ന് പറയുമ്പോൾ 25/t ഇന്റഗ്രൽ -t to t cos 200 t plus 100 tau plus 2 theta plus cos 100 tau dt എന്ന് വരും. ഓക്കെ, ഇനി ഇതിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? 25/t cos 200t plus 100 tau plus 2 theta with respect to t ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക? കോസിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ sin 200t plus 100 tau plus 2 theta divided by with respect to t ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ ടിയുടെ കോഎഫിഷ്യന്റ് 200 ആണ്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. പ്ലസ് കോസ് 100 tau ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ ടോ എന്താണ്? കോൺസ്റ്റന്റ്. 100 ടോയും കോൺസ്റ്റന്റ്. സോ കോൺസ്റ്റന്റ് ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരും? കോസ് 100 ടോ ടി എന്ന് വരും. ഓക്കെ, നമ്മൾ സാധാരണ ചെയ്യാറുണ്ടല്ലോ, ഇന്റഗ്രൽ കോൺസ്റ്റന്റ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ്. ഇവിടെ കോസ് 100 ടോ കോൺസ്റ്റന്റ് ആയത് കാരണം ആൻസർ എന്ത് വരും? കോസ് 100 ടോ ടി എന്ന് വരും. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് എന്താണ്? -t to t which is equal to 25/t. അപ്പർ ലിമിറ്റ് ആദ്യം അപ്ലൈ ചെയ്യാം. അപ്പർ ലിമിറ്റ് ആരാണ്? ക്യാപിറ്റൽ ടി ആണ്. സോ സ്മോൾ ടിക്ക് ക്യാപിറ്റൽ ടി അപ്ലൈ ചെയ്യണം. സൈൻ 200t plus 100 tau plus 2 theta by 200 plus cos 100 tau into t. അപ്പർ ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. മൈനസ്, ഇനി ലോവർ ലിമിറ്റ് കൊടുക്കണം. ലോവർ ലിമിറ്റ് -t ആണ് അല്ലെ. സൈൻ 200 ടിക്ക് -t കൊടുക്കുന്ന സമയത്ത് -200t എന്ന് വരും. പ്ലസ് 100 tau plus 2 theta ഡിവൈഡഡ് ബൈ 200 പ്ലസ് കോസ് 100 tau into t എന്ന് പറയുന്നത് എന്താണ്? ടിക്ക് -t കൊടുത്താൽ -t എന്ന് വരും. ഓക്കെ, സോ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്താവും ആൻസർ വരിക? ഇറ്റ് ഇസ് ഈക്വൽ ടു 25/t സൈൻ 200t plus 100 tau plus 2 theta all divided by 200 plus cos 100 tau t minus of sin -200t plus 100 tau plus 2 theta all divided by 200 minus of minus plus plus cos 100 tau into t which is equal to 25/t. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്, 200. സോ ഇതിനെ കമ്പൈൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ സൈൻ 200t plus 100 tau plus 2 theta minus sin -200t plus 100 tau plus 2 theta all divided by 200 plus cos 100 tau t plus cos 100 tau t എന്ത് വരും? 2 cos 100 tau t എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടി മാറ്റി എഴുതി കഴിഞ്ഞാൽ ഈ 25/tനെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 25/t ഇൻറ്റു സൈൻ 200t plus 100 tau plus 2 theta minus സൈൻ -200t plus 100 tau plus 2 theta all divided by 200 ചെയ്ത് കഴിഞ്ഞാൽ 25ഉം 200ഉം കട്ട് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ 200t plus 100 tau plus 2 theta minus sin -200t plus 100 tau plus 2 theta
ഓൾ ഡിവൈഡഡ് ബൈ 25ഉം 200ഉം കട്ട് ചെയ്താൽ 8 എന്നാ വരിക. സോ 8t എന്ന് വരും. പ്ലസ് 2 cos 100 ടോ ഇൻറ്റു ടി ഇൻറ്റു 25/t ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 2ഉം 25ഉം കൂടി 50 ആവും. കോസ് 100 ടോ വരും. ഈ ടിയും ഇവിടുത്തെ ഡിവൈഡ് ബൈ ടിയും ക്യാൻസൽ ആയി പോകും അല്ലെ? ഇതാണ് YT ബാർ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി YT ബാർ കണ്ടെത്തണം. ഇതാണ് LHS അല്ലെ? ഇപ്പൊ എന്താ വരിക? ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി YT ബാർ ഇതാണ് കിട്ടിയിട്ടുള്ളത്. അത് എടുത്തെഴുതാം. സൈൻ 200t പ്ലസ് 100 ടോ പ്ലസ് 2 തീറ്റ മൈനസ് സൈൻ മൈനസ് 200t പ്ലസ് 100 ടോ പ്ലസ് 2 തീറ്റ ഓൾ ഡിവൈഡഡ് ബൈ 8t പ്ലസ് 50 cos 100 ടോ അല്ലെ? ഇതിനാണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാനുള്ളത്. ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും കോസ് 100 ടോ 50 കോസ് 100 ടോയില് ടി എന്ന് പറഞ്ഞൊരു ടേം ഇല്ല. സോ ഇത് എന്താണ്? ഇതൊരു കോൺസ്റ്റന്റ് ആണ്. ഒരു കോൺസ്റ്റന്റില് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ എന്തുതന്നെയായിരിക്കും ആൻസർ? കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു ടി ഉണ്ട്. ടി ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഡിനോമിനേറ്ററിൽ ഇൻഫിനിറ്റിയിലേക്ക് പോകും. സോ 1/∞ എന്താണ്? 0. സോ ഈ ടേം കംപ്ലീറ്റ് ആരായി പോകും? 0 ആയി പോകും. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് ഈക്വൽ ടു 50 cos 100 ടോ എന്നായിരിക്കും വരിക. കാരണം എന്താണ്? 1/t ടി ഇൻഫിനിറ്റിയിലേക്ക് പോയാൽ 0 ആയി പോകും. സോ ഈ ടേം കംപ്ലീറ്റ് 0. ഇത് ടി ഇല്ലാത്തൊരു ടേം ആണ്. സോ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും കിട്ടുക. സോ നമുക്ക് ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി YT ബാർ എന്ത് കിട്ടി? 50 cos 100 ടോ എന്ന് കിട്ടി. സോ നമ്മൾ പ്രൂവ് ചെയ്തു ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി YT ബാർ ഇസ് ഈക്വൽ ടു RXX ഓഫ് ടോ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇതിന്റെ മീനിങ് എന്താണ്? X ഓഫ് ടി എന്ന് പറയുന്നത് കോറിലേഷൻ എർഗോഡിക് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു റാൻഡം പ്രോസസ്സ് കോറിലേഷൻ എർഗോഡിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്.